നമ്മൾ പവിത്ര മാസം എന്ന് പറയുമ്പോൾ ആ മാസങ്ങളുടെ പവിത്രത എന്ന് പറയുമ്പോൾ പ്രധാനമായും ഉദ്ദേശിക്കുന്നത് പണ്ഡിതന്മാർ വിശദീകരിച്ചത് നമുക്ക് കാണാൻ കഴിയും. നമ്മൾ സാധാരണ നിലക്ക് എല്ലാ കാലത്തും പാപങ്ങളിൽ നിന്ന് വിട്ടു നിൽക്കേണ്ടവരാണ്, അതിക്രമങ്ങളിൽ നിന്ന് വിട്ടു നിൽക്കേണ്ടവരാണ്, അധർമ്മങ്ങളിൽ നിന്ന് വിട്ടു നിൽക്കേണ്ടവരാണ്. പക്ഷേ അള്ളാഹു പവിത്രമാണ് എന്ന് പ്രത്യേകമായി എടുത്തു പറഞ്ഞ, വിശുദ്ധമാണ് എന്ന് പ്രത്യേകമായി എടുത്തു പറഞ്ഞ മാസങ്ങളിലെത്തുമ്പോൾ ചെറിയ വീഴ്ചകൾ പോലും നമ്മളിൽ നിന്ന് സംഭവിക്കാത്ത വിധത്തിലുള്ള ഉയർന്ന ജീവിത വിശുദ്ധി ബോധപൂർവം നേടിയെടുക്കാൻ നമ്മൾ പരിശ്രമിക്കേണ്ട മാസങ്ങളാണവ എന്ന് പണ്ഡിതന്മാർ വിശദീകരിച്ചത് കാണാൻ കഴിയും. ഒരു തിന്മ ചെയ്യാൻ പിശാചിന്റെ പ്രേരണയുണ്ടാകുമ്പോൾ, ഏതെങ്കിലും തരത്തിൽ ഒരു അധർമ്മത്തിലേക്കോ അക്രമത്തിലേക്കോ വഴുതി വീഴാനുള്ള ഒരു സാധ്യതയുണ്ടാകുമ്പോൾ ഇത് ഒരു സാധാരണ കാലം പോലുമല്ല. അള്ളാഹു പ്രത്യേകം പവിത്രമാക്കി നിശ്ചയിച്ച മാസമാണ്, ദിവസങ്ങളാണ്, കാലമാണ് എന്ന ഓർമ്മയുണ്ടാവുകയും ആ ഓർമ്മയോടുകൂടി ഭയപ്പാടോടുകൂടി ആ തിന്മയിൽ നിന്ന് പിന്തിരിയുകയും ചെയ്യുന്ന അവസ്ഥ നിങ്ങൾക്കുണ്ടാകണം എന്ന് പവിത്ര മാസത്തിന്റെ ഉദ്ദേശ ലക്ഷ്യങ്ങളെ വിശദീകരിച്ചെടുത്ത് പണ്ഡിതന്മാർ പറയുന്നത് നമുക്ക് കാണാൻ കഴിയും. വർഷത്തിൽ 4 ദിവസം 4 മാസം ഈ ഒരു ബോധം നമ്മൾ നിലനിർത്തിയാൽ, അതേപോലെ റമദാൻ മാസത്തിൽ സ്വാഭാവികമായും അത്തരം ഒരു ബോധം നമ്മൾ നിലനിർത്തിയാൽ വർഷം മുഴുവൻ ആ ബോധം നമ്മളിൽ സ്വാഭാവികമായും നിലനിൽക്കും എന്നും അവരനുബന്ധമായി പറഞ്ഞത് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്.